ഹലോ, ഉച്ചയായിട്ട് മുട്ടൻ പണിയായിരുന്നു കേസ് കെട്ടിക്കൊണ്ടിരുന്നത്. ഇറങ്ങാൻ നേരം ഫ്രണ്ടിൽ കൂടെ പോയതൊരു മുട്ടൻ പാമ്പായിരുന്നു. പേടിച്ച് പറിച്ചിട്ട് വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല കേസ്. അപ്പം ഇന്നത്തെ വർക്ക് വരുന്നത് തിരുവല്ലയായിരുന്നേ. അങ്ങനെ പകുതിയായപ്പം ഇതായിരുന്നു അവസ്ഥ. അങ്ങോട്ടോ ഇങ്ങോട്ടോന്നും പറഞ്ഞ് നിൽപ്പായിരുന്നു കുറേ നേരം. പിന്നെ എങ്ങനെയൊക്കെയോ വണ്ടി എടുത്തു. പിന്നെ സ്ഥലം എത്തിയതും ബ്രൈഡ് വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാൻ. അങ്ങനെ ബ്രൈഡിൻ്റെ വീടൊക്കെ എത്തി. ആൾക്ക് 2 ഡിമാൻഡ് ഉണ്ടായിരുന്നു. പീക്കോക്ക് വേണം, അതുപോലെ തന്നെ ഗ്രൂമിൻ്റെ പേര് ഹൈഡാക്കണം. ഗ്രൂം കണ്ടുപോലും പിടിക്കാൻ പാടില്ല കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് അക്ഷര. പിന്നല്ല, ഇത് ആളുടെ അപ്പച്ചിയാട്ടോ. ആളൊരു ഹെഡ് മിസ്ട്രസ് കൂടെയാണേ. അതൊന്നുമില്ല, അത് സ്വന്തമായിട്ടേ പറയത്തുള്ളൂ, ഞങ്ങൾക്ക് അറിയാം. അതെ. പിന്നെ ഗ്രൂപ്പിൻ്റെ പേര് ഹൈഡാക്കിയത് തപ്പലായിരുന്നു കേസ്. ആദ്യം തന്നെ ആളുടെ കസിൻ വന്നു. കുറേ നേരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിച്ചു നോക്കി. അതിനുശേഷം ആളുടെ അപ്പച്ചി വന്നു കേസ്, ഒരു കണ്ണാടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട്. പിന്നെ ഇതാളുടെ സന്തൂർ ഡാഡിയാണ് കേസ്. ഞങ്ങൾ അതും പറഞ്ഞിരുന്ന് ചിരിക്കുന്നതാണ് കേസ്. ഇത് ഞാൻ സന്തൂർ ഡാഡിയാണെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അതിനുശേഷം സന്തൂർ ഡാഡിയും അപ്പച്ചിയുടെ ഹസ്ബൻഡും കൂടെ ഇരുന്ന് കുറേ നേരം തപ്പി. ആ അങ്കിൾ കുറേ നേരം കൊണ്ട് അപ്പുറം ഇപ്പുറം എല്ലാം തിരിഞ്ഞിട്ട് നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല കേസ്. ലാസ്റ്റ് കസിൻ മാത്രമാണ് കണ്ടുപിടിച്ചത്. ഞാൻ നല്ലപോലെ അങ്ങ് ഹൈഡാക്കി കൊടുത്തു കേസ്. അങ്ങനെ 1 ഹാൻഡ് ഫിനിഷ് ചെയ്തു. എന്നിട്ടൊരു ചായ എല്ലാം കുടിച്ചു. അതിനുശേഷം ഫ്രണ്ട് ഹാൻഡ് ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. ബാക്ക് ഹാൻഡ് ഡിസൈനും ആൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതും പെട്ടെന്ന് തന്നെ ഫിനിഷ് ആക്കി. എല്ലാം കഴിഞ്ഞപ്പോൾ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അവിടുന്ന് ബൈ ബൈ പറഞ്ഞിറങ്ങി. വീണ്ടും ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. അതിനുശേഷം അവർ എന്നെ തിരുവല്ല വരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് വിളിക്കാനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെൻ്റെ മോളാട്ടോ. അപ്പോൾ ശരി, ബൈ.